Good morning. Good morning. Yes, Rita. Rita Putti first morning is okay. Yes. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഗൈഡൊക്കെ നോക്കി പോയായിരുന്നു അല്ലെ? മിസ്സുമാരൊക്കെ വന്ന് കുറച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ മെയിൻ എക്സാമിന് നിങ്ങൾ ഗൈഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ നമുക്കിനി ആ മൊഡ്യൂൾ എക്സാം ഉണ്ട്, 3rd 4th മൊഡ്യൂൾ എക്സാം വരും. അപ്പേ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ വെറുതെ ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതിനകത്ത് ഫ്രണ്ട് ഓഫീസ് നമ്മൾ പറഞ്ഞല്ലേ. നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഈ പല ക്ലാസ്സുകളിൽ കയറുന്നോണ്ടേ അതാണ് ഓരോ ക്ലാസ്സിലും ഞാൻ ചോദിക്കണേ. നോക്കിയേ, അർജുൻ ഗോപാൽ. ഇത് ഞാനൊന്ന് പറയട്ടെ. ഈ മൊഡ്യൂൾ 1 ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ അതല്ലേ നമ്മൾ എടുത്തത്. പല ബാച്ചുകളിലേക്ക് കയറുന്നോണ്ടേ പെട്ടെന്ന് ഞാൻ എന്താണ് ഡയറിയും എടുത്തില്ലായിരുന്നു, ഏതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് മൂന്നുമല്ലേ? ശ്രീലക്കുട്ടിയൊക്കെ എല്ലാ ക്ലാസ്സിലും കയറുന്നതാണല്ലോ. അർജുനൊക്കെ അതെ അല്ലേ? അത് മൂന്നല്ലേ? ഇപ്പൊ ഞാൻ ഇതിപ്പോ നിങ്ങളുടെ HA20 ബാച്ചാണ്, 90 ആണ് തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞത് ഏതാണെങ്കിലും കുഴപ്പമില്ല, ടീച്ചർമാരോട് കാണല്ലോ. അപ്പൊ നമ്മൾ എടുത്തത് ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ 3 ചാപ്റ്റർ അല്ലേ മൊഡ്യൂൾ 1. യെസ്, മൊഡ്യൂൾ 2 നമ്മൾ എടുത്ത് ഓക്കെയാണ് അല്ലെ? ഒന്ന് നോക്കിയേ നിങ്ങൾ. ബ്ലഡ് ബാങ്ക്, ഡയറ്ററി, ലേബർ റൂം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അത്രയല്ലേ എടുത്തത്? 4 ചാപ്റ്റർ എടുത്തത്. സൗപർണിക ലബോറട്ടറി എടുത്തായിരുന്നോ? നമ്മളാണോ എടുത്തത്? യെസ്. ലബോറട്ടറി കൂടി എടുത്തായിരുന്നു അവിടെ. ചാപ്റ്റർ 5 ലേബർ റൂം അല്ലേ നമ്മൾ എടുത്തത്? ഏതാടാ സീത? അതും ഉണ്ട് എന്ന് പറഞ്ഞേതാ? ഞാനിത് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിനകത്ത് ഡേറ്റ് ഇട്ടാണ് കറക്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. ബ്ലഡ് ബാങ്ക്, ഡയറ്ററി, ലേബർ റൂം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞേ. ബ്ലഡ് ബാങ്ക്, ഡയറ്ററി, ലേബർ റൂം, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. എത്രയാണ്? 3, 4, 7, 9, 12. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടില്ലേടാ? ലബോറട്ടറി കൂടി ഉണ്ട് അല്ലെ? 3, 4, 7, 9, 12 ആണോ? ശ്രീതക്കുട്ടി ഒന്ന് നോക്കി. 3, 4, 7, 9, 12. യെസ്, അതെ. അതെ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1 ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞാണ്. അവിടെ പിന്നെ നിങ്ങൾക്ക് വേറെ നമ്മള് ഗൈഡ് ഒന്ന് നോക്കി പോയതാണ്. ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസ്, ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിന്റെ ഫങ്ഷൻസ്, പിന്നെ അടുത്തത് CRM സോഫ്റ്റ്വെയർ, പിന്നെ അതിനകത്ത് ഏതാണ് കസ്റ്റമർ ഇത് ചെയ്തത്, പിന്നെ ഫ്രണ്ട് ഡെസ്കുകളില്ലേ അത് എല്ലാരും ഹെൽത്ത് ചെക്ക് ഡെസ്ക് അതൊക്കെ നോക്കുക. പിന്നെ ഫുൾ ഫോം, PHI പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. പിന്നെ അടുത്തത് അഡ്വാൻറ്റേജ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ അഡ്വാൻറ്റേജസ് ഓഫ് CRM സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു ചാപ്റ്റർ കറക്റ്റ് ചെയ്ത് പോയതല്ലേ? നമ്മള് ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കറക്റ്റ് ചെയ്തതല്ലേ? കറക്റ്റ് ചെയ്തതല്ലേ? ഗൈഡില് മിസ്സും കുറച്ചൊക്കെ ചെയ്തു എന്ന് പറയണ്ടായിരുന്നു. നിഷ മാമും കേറിയപ്പോ കുറച്ചൊക്കെ ഗൈഡിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. ഓക്കെ. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മുടെ ഗൈഡ് മിസ് വായിച്ചു തന്നായിരുന്നോ? എന്തെങ്കിലും ഇത് പറഞ്ഞായിരുന്നോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞപ്പോ കുറച്ച് ചെയ്തു. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗൈഡ് കയ്യിലുണ്ടോ?
ഉണ്ട്. അതിനകത്ത് ഫ്രണ്ട് ഓഫീസിലെ 123 നിങ്ങൾ ക്വസ്റ്റ്യൻ മാറ്റി എഴുതിയായിരുന്നു അവിടെ. ആ രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞാൻ തന്നായിരുന്നു. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് each of the following record is not included in registering in the front. Registering just in the front office. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഓഫീസ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, പിന്നെ അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ. പിന്നെ നമ്മൾ എടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ മിസ്സുമാരെ ആരെങ്കിലും അത് ഗൈഡ് ഒന്ന് പറഞ്ഞായിരുന്നോ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ചെയ്ത് തന്നോ? അതിനകത്ത് വേറെ അധികം പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ 237 നമ്മൾ ഗൈഡ് ഉള്ളവർ എടുത്തോട്ടോ. 237 which of the following does not comes under the area of disposal zone ആണ്. അപ്പൊ അതിനകത്ത് ആൻസർ പ്ലാസ്റ്റർ റൂം തന്നെയാണ്. ഓപ്ഷൻസ് അവിടെ ഇല്ല, പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് ഓപ്ഷൻ അവിടെ എഴുതി ചേർത്തു. അത് കഴിഞ്ഞതല്ലേ? ഫുള്ള് കഴിഞ്ഞതല്ലേ അവിടെ? ആ യെസ്, കഴിഞ്ഞതാണ്. വേറെ അധികം ഒന്നുമില്ല. പിന്നെ അതിനകത്ത് 254 പറഞ്ഞതാണ് ആൻസർ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. അത് നമ്മൾ എഴുതിയിട്ടല്ലേ? ഓക്കെ, എഴുതിയതാണ്. യെസ്, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ചാപ്റ്റർ വെന്റിലേറ്റർ. ഏതൊക്കെയാണ്? അപ്പൊ കുറച്ചൊക്കെ ചെയ്യിച്ചോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ക്ലാസ്സിൽ കയറുമ്പോഴോ ഒന്നുകൂടി ഒന്ന് നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞു. ഏതുള്ളവരൊന്ന് പറഞ്ഞോ, നമ്പർ ഒന്ന് പറയോടാ. വെന്റിലേറ്റർ ഇതാണുള്ളത്. വെന്റിലേറ്റർ 73, പേജ് നമ്പർ 73 ആണ് കേട്ടോ. പേജ് നമ്പർ 73. ഓക്കെ, അതിനകത്ത് നോക്കിയേ 550 പറഞ്ഞു. വെന്റിലേറ്റർ പറഞ്ഞു എന്നാണോ? അതിനകത്ത് 550 ഐഡന്റിഫൈ ദ ഡിവൈസ് ആട്ടെ. ഏത് ഡിവൈസ് ആണോ അവിടെ? മെത്തേഡ് അല്ല, അവിടെ ഡിവൈസ്. അതാണ് കുറച്ചുകൂടി കറക്റ്റ്. ഐഡന്റിഫൈ ദ ഡിവൈസ് ഫോർ പുഷിംഗ് ഓക്സിജൻ ഇൻടു ദ ലങ്സ് ഫ്രം എ വെന്റിലേറ്റർ ഈസ്. ഏതാണ് ആൻസർ? ഏത് ഡിവൈസാ? പുഷിംഗ് ഓക്സിജൻ ഇൻടു ദ ലങ്സ് ഫ്രം എ വെന്റിലേറ്റർ ഈസ്. ഇതാണ് ബ്രീത്തിങ് ട്യൂബ്. ഓക്കെ അല്ലേ? അതിനകത്ത് വേറെ പറഞ്ഞു തന്നതല്ലേ? പറഞ്ഞു തന്നോന്നല്ലേ പറഞ്ഞത് നിങ്ങള്? ഏതൊക്കെ കണ്ടീഷൻസിനാണ് വെന്റിലേറ്റർ വേണ്ടത്? ARDS, ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ 556 ഇതൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അപ്പൊ 3 ഫസ്റ്റ് കൂടിയുള്ള ഫ്രണ്ട് ഓഫീസ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ. പിന്നെ നാലാമത്തെ ചാപ്റ്ററുടെ ബ്ലഡ് ബാങ്ക് ആണ്. ബ്ലഡ് ബാങ്ക് ഓക്കെ, വേറെ ഒന്നും അങ്ങനെയില്ല. 556 പറഞ്ഞില്ലേ? എന്തിയാണ്? വെന്റിലേറ്ററിന്റെ ആണോ നിങ്ങൾ പറയണേ? അതെ, എത്രയാണ്? 556. അത് നമ്മളെ muscles weakness that affect throughout the day and with the activity dash identify the disease. അത് അതിന്റെ കൂടുതൽ പറഞ്ഞു പോണതാണ് മയാസ്തീനിയ ഗ്രാവിസ്. പിന്നെ മിസ്സുമാരെ എക്സ്ട്രാ ആയിട്ട് പറയുന്നത് നമ്മുടെ നോട്ടിലും ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാട്ടോ. മിസ് പറഞ്ഞു തന്നല്ലേ വെന്റിലേറ്റർ? കുറച്ച് ചാപ്റ്ററുകളൊക്കെ കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാണ് പിന്നെ ഞാൻ പറയുന്നത്. COPD എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. പിന്നെ അടുത്ത ഹ്യൂമൻ എയർവേയുടെ ഭാഗമല്ലാത്തത് 560. Which of the following is not a part of the human airway? ഏതൊക്കെയാണ്? ഈസോഫാഗസ്, ട്രക്കിയ, ലങ്സ്, നൺ ഓഫ് ദി ഈസോഫാഗസ്. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലാനക്സ് അതൊക്കെ നോക്കണം കേട്ടോ. ഏതാണ്? വോയിസ് ബോക്സ്. അതിന്റെ ഓൾസോ കോൾഡ് സയന്റിഫിക് നെയിം അവിടെ പറയുന്നില്ലേ? അപ്പൊ അതും കൂടിയൊക്കെ നോക്കി വെക്കാം. പിന്നെ ബ്ലഡ് ബാങ്കില്
പിന്നെ ബ്ലഡ് ബാങ്കിനകത്ത് നമ്മള് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരാം, പിന്നെ നമ്മള് ഏതൊക്കെ യൂണിവേഴ്സൽ ഡോണർ ഏത്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത്, ഞാനൊന്ന് ഷെയർ ചെയ്ത് തന്നെ ഉണ്ട്. ഒന്നും രണ്ടും നിങ്ങൾ പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ചാൽ തേർഡും ഫോർത്ത് മൊഡ്യൂളിൽ വരുമ്പോ ഞാൻ അവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിടാം കേട്ടോ. ഓക്കെ, ഒന്നും രണ്ട് കുഴപ്പമില്ലല്ലോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് നമ്മള് റിവിഷൻ ഒക്കെ ചെയ്തതാണ്, എക്സാം ഒക്കെ നന്നായിട്ട് നിങ്ങൾ എഴുതിയതാണ്, പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ ബ്ലഡ് സെൽസുകളൊക്കെ പഠിക്കണം കേട്ടോ. ഓരോന്നിന്റെ ഫംഗ്ഷൻസ്, RBC, WBC, അതിന്റെ ഫംഗ്ഷൻസ്, സയന്റിഫിക് നെയിമുകള്, അതൊക്കെ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടില്ലേ, അതൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏത്, വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് വിത്ത് ആന്റിജൻ, ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് നോക്കാം. പിന്നെ അടുത്തത് സിഫിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാക്കുന്ന രോഗമാണ്. ഏതാണ്? ട്രിക്കോണിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസ് ആണ് സിഫിലസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് അതിനകത്ത് എക്സ്പാൻഡഡ് ഫോം BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, അതിന്റെ ഓർഗാനോഗ്രാം, അതൊക്കെ നോക്കാം. സയന്റിഫിക് നെയിമുകൾ നോക്കാം. പിന്നെ ഒരു കാര്യം പറഞ്ഞ വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ 4 ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഇതാട്ടോ. ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ അങ്ങനെ ചോദിക്കുമ്പോൾ. പിന്നെ അതിനകത്ത് നമ്മൾ പഠിച്ചല്ലോ വിച്ച് ബ്ലഡ് ടൈപ്പും പഠിച്ചില്ലേ, അത് മാറിപ്പോരുത് കേട്ടോ. ബ്ലഡ് ടൈപ്പ് പറഞ്ഞില്ലേ, അതിനകത്താണ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ വന്നത്. ഷെയർ ചെയ്ത് തന്നോ, സ്ക്രീൻ ഷെയർ ചെയ്തിടണോ? വേണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നതല്ലേ. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പും ബ്ലഡ് ടൈപ്പും ചോദിക്കുമ്പോൾ മാറിപ്പോകരുത്, അത് ക്ലിയർ ചെയ്ത് തന്നെ വെക്കുക. പിന്നെ അതിനകത്ത് ഡയറ്ററി ആണ്. ഡയറ്ററി നമ്മള് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ആ ഡയറ്റുകളൊക്കെ ഇല്ലേ, അതൊക്കെ നോക്കാം കേട്ടോ. നമ്മള് which of the following which dash is who is labeled for the quantity and quality of food items, ആരാണ്? ഡയറ്റീഷ്യൻ. പിന്നെ അതിനകത്ത് നമ്മള് ഹാർട്ടിന്റെ ഗ്രോത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏത് ഡയറ്റാ പറയണേന്നുള്ളത്. ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ ആക്ടിവിറ്റി, ഇതാണ് രണ്ടാമത്തെ. 422 നോക്കി. ഡാഷ് ഫണ്ട് adequate amount of the necessary nutrients required for the healthy growth and activity. ഹെൽത്തി ഡയറ്റ്, അതൊക്കെ നോക്കാം. പിന്നെ ഡയറ്റീഷ്യൻ ആരാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, അത് നോക്കാം. പിന്നെ അടുത്തത് വിച്ച് ഡയറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി, സർജറിക്ക് ശേഷം പറയുന്ന ഡയറ്റ് ഇതാണ്, സോഫ്റ്റ് ഡയറ്റ് ആണ്. ഗൈഡൊക്കെ നോക്കി വായിക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡയറ്ററി സർവീസ്. ഓക്കെ, ഡയബറ്റിക്സ് ഉള്ളവർക്ക് പറയുന്ന ഡയറ്റ് ഏതാ? ഡയബറ്റിക് ഡയറ്റ്. ഷെയർ ചെയ്തിടണോ സ്ക്രീന്? ഫസ്റ്റ് സെക്കൻഡും വെറുതെ ഒന്ന് പറഞ്ഞു പോയാൽ പോരെ? ഓക്കെ അല്ലേ ലിങ്ക്? യെസ്, നമ്മൾ നല്ലോണം പഠിച്ചതാണ്, അതെനിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അടുത്ത് നമ്മുടെ ആ ഡയറ്ററിയിലെ ഓർഗാനോഗ്രാം ഇല്ലേ, അത് നോക്കണം കേട്ടോ. ഓരോന്നിന് കീഴിൽ വരുന്നത് ഏതാണ്, അതൊക്കെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, അതിനകത്ത് അത് വന്നത്, അതൊക്കെ നോക്കാം. പിന്നെ അടുത്തതാണ് ലേബർ റൂം ആണ് പിന്നെ നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തത് ലേബർ റൂം. ലേബർ റൂം പേജ് നമ്പർ എത്രയാ? ഗൈഡിൽ എത്ര പേജ് നമ്പർ? ഗൈഡുള്ളവരോ എടുത്തോ പേജ് നമ്പർ? ലേബർ റൂമിന്റെ ലേബർ റൂം എത്രയാ? 70. നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഗൈഡില്ലേ കയ്യില്? പേജ് നമ്പർ 70.
LBW stands for low birth weight. പിന്നെ അടുത്തത് ആർക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ലേബർ റൂമിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാവുന്നുള്ളത്? പ്രഗ്നന്റ് വുമൺ, ബർത്ത് പാർട്ണർ, ഡോക്ടർ, ഓൾ ഓഫ് ദ എബോവ്. ഇതൊക്കെ നോക്കാം. ഫുൾ ഫോം OBG, ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. പിന്നെ ലേബർ റൂമിൽ നമ്മൾ ആ പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നുള്ളത്, അതൊക്കെ നോക്കാം. പിന്നെയാണ് ലേബർ റൂം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ലേബർ റൂം ഈസ് ഓൾസോ ആണ് ബർത്തിങ് യൂണിറ്റ്. പിന്നെ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് ആ ടേബിൾ ഇല്ലേ, നമ്മുടെ ആ ടേബിളിൽ ഓരോ സോണുകളില്ലേ, അത് നോക്കി വെക്കാം കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോണ് ഇതൊക്കെ ആ ടേബിളുകൾ, ഒരു ടേബിൾ ഇല്ലേ, അതൊക്കെ നോക്കാം കേട്ടോ. Labor room should be not far from the operation theatre and the location. പിന്നെ PPE, personal protective equipment. പിന്നെ അതിനകത്ത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ വായിച്ചു നോക്കാം കേട്ടോ. എന്തൊക്കെയാണ്? നേഴ്സിംഗ് സ്റ്റേഷൻ വേണം, സൂപ്പർവൈസേഴ്സ് ഓഫീസ് വേണം, വെയിറ്റിംഗ് റൂം, ഓൾ ഓഫ് ദ എബോവ്, അതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പഠിച്ചു പോയതാണ്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പേജ് നമ്പർ എത്രയും പ്രീത? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. എത്രയാണോ? 60ആണോ? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലേ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. പിന്നെ സിംറ്റംസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ സിംറ്റംസുകള്. പിന്നെ അതിനകത്ത് നമ്മൾ ആ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഇതിന്റെ ഹെഡ് ആരാണ്? ചെയർപേഴ്സൺ, ഹെഡ് ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. പിന്നെ ഫുൾ ഫോം ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ. പിന്നെ അവിടെ പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പറയണ്ടേ അല്ലെ, അപ്പൊ അതിനകത്ത് അതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് മീനിങ്, ലാറ്റിൻ വേർഡ് നോസോകോമിയ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. പിന്നെ അടുത്തത് പ്രിവെൻഷൻ ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന മാർഗങ്ങൾ അതേതൊക്കെയാന്ന് നോക്കാം. പിന്നെ UTIS, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പിന്നെ ആ സോഴ്സുകൾ ഇല്ല, ബബിൾസിലൊക്കെ കൊടുത്തേക്കണേ, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഞാൻ ഇനിയിപ്പോ ഷെയർ ചെയ്തിട്ടില്ല, ഇത് നെക്സ്റ്റ് 3rd മൊഡ്യൂള് നമ്മൾ ഷെയർ ചെയ്ത് തരാൻ. ഓക്കെ, ആ സോഴ്സുകൾ ബബിൾസിൽ പറഞ്ഞത് അതൊക്കെ നമ്മൾ നോക്കാം. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, പ്രാക്ടിക്കൽ പോലെ നമ്മൾ ചെയ്താണ്. പിന്നെ അടുത്തത് ആ പ്രിക്കോഷൻസ് ഏതൊക്കെയാണ്? സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നോക്കാം. ഡയറക്റ്റ് മെത്തേഡ്, പേഴ്സണൽ കോണ്ടാക്ട് ഒക്കെ പറഞ്ഞില്ലേ, അതെല്ലാ ചാപ്റ്ററുകളും ചാപ്റ്ററിലെല്ലാവരും ഒക്കെ നോക്കാം കേട്ടോ. പിന്നെ സിംറ്റംസ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷന്റെ സിംറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അതൊക്കെ നോക്കിയിരിക്കാം. പിന്നെ ലബോറട്ടറി സർവീസ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത് അല്ലെ. ലബോറട്ടറി SOP എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. പിന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞു ലബോറട്ടറി ദാറ്റ് റിസീവ് സാമ്പിൾസ് അപ് ടു 101 to 4,000 patient or participants അല്ലെ. ഏത് ലബോറട്ടറി ആണ്? മീഡിയം സൈസ്ഡ്, സ്മോൾ സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, അതൊക്കെ പഠിച്ചില്ലേ, അതൊക്കെ നോക്കി വെക്കണം. പിന്നെ സ്റ്റഡി ലബോറട്ടറിയില് നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള ഒരു ഇതില്ലേ, ടേബിള്, അത് നോക്കണം. അവിടെ ഓരോന്നും സ്റ്റഡി ഓഫ് പാരാസൈറ്റോളജി,
ഇത് അതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ലബോറട്ടറി ദാറ്റ് റിസീവ്സ് എ സാമ്പിൾ അപ് ടു 401 to 1000 participants or patient per day. The large sized laboratory. അതിനകത്ത് നിങ്ങൾ 329 എടുത്തേ. അതിനകത്ത് കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഫിനിഷ് ചെയ്ത് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ടില് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം സെന്റൻസ് തന്നെയാണ്. നമുക്ക് റിക്വസിഷൻ ഫോം ഷുഡ് ബി ഫിനിഷ്ഡ് by the dash requesting the test and send it together with the specimen or patient to the laboratory. ആ സെന്റൻസ് അതുപോലെ തന്നെ ടെക്സ്റ്റിൽ കിടക്കുന്നതാണ്. ആരാണ് റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത്? ആരാണ് ലബോറട്ടറിയിലെ റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യുന്നത്? ആരാണ്? ഡോക്ടർ അല്ലെ? ഡോക്ടർ റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യണം. അതായത് എന്ത് ടെസ്റ്റുകളാണെന്നുള്ളത് ഒന്നില്ലെങ്കിൽ ആ സ്പെസിമെന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഒപ്പം തന്നെ ലബോറട്ടറിയിലേക്ക് ഡോക്ടർ ഫിനിഷ് ചെയ്തിട്ടുള്ള റിക്വസിഷൻ ഫോമും കൂടി പോകണം. അപ്പൊ അതിനകത്ത് അത് എഴുതണമെന്നില്ല, ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലേ, ടെക്സ്റ്റിൽ ആ സെയിം സെന്റൻസ് സെന്റൻസ് അത് തന്നെ അങ്ങോട്ട് നോക്കാം. പിന്നെ അതിനകത്തെ 330 the responsibility of phlebotomist is, അതിനകത്ത് ഓപ്ഷൻ എയിൽ കിടക്കുന്ന സൂപ്പർവിഷൻ കേട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തോ. സൂപ്പർവിഷൻ പറഞ്ഞതാണോ? അത് ലബോറട്ടറി പറഞ്ഞതാണോ? ഓക്കെ. സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ ഇത് പറഞ്ഞതാണോ അല്ലെ? 338 നമ്മൾ പറഞ്ഞതാണ് അല്ലെ, അപ് ടു 100 പേഷ്യന്റ് ഓർ പാർട്ടിസിപ്പന്റ് പെർ ഡേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ ഒരുവിധം തീർന്നിട്ടുണ്ട് തോന്നുന്നു. ഇനി നമുക്ക് എന്താ തേർഡ് മൊഡ്യൂൾ നോക്കാം. ഞാനൊന്ന് ഷെയർ ചെയ്തില്ല കേട്ടോ. അപ്പൊ അതിനാ നമ്മുടെ ടെക്സ്റ്റും കൂടി നിങ്ങൾക്ക് ഒന്ന് നോക്കി പോകാം. മൊത്തത്തിൽ ഒരു റിവിഷൻ ആവും ചെയ്യും. പിന്നെ തേർഡ് മൊഡ്യൂൾ നോക്കട്ടെ കേട്ടോ. ഷെയർ ചെയ്യാൻ ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ കയ്യില്? തേർഡ് മൊഡ്യൂൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മാർക്കറ്റിംഗ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഓഡിറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നോക്കട്ടെ കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യാം.
ഓക്കെ, നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഓക്കെ ആണോ നോക്കി. ഷെയർ ചെയ്തത് ഓക്കെ ആണോ? നമ്മൾ എത്ര 3 ചാപ്റ്റർ അല്ലേ എടുത്തത് നിങ്ങളുടെ ക്ലാസ്സിൽ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? യെസ്, 3 ചാപ്റ്റർ അല്ലേ. ഞാൻ എടുത്തത് മാത്രം, എക്സാമിന് എന്തായാലും എല്ലാവരും പഠിക്കണം എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. 3 ചാപ്റ്റർ: സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ എന്ന് നോക്കി നിങ്ങള്. എട്ടാമത്തെ ചാപ്റ്റർ അല്ലേ? പേജ് നമ്പർ ഒന്ന് പറയോ? ഓക്കെ, കിട്ടി. ചാപ്റ്റർ 8 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ആ ജനറൽ സേഫ്റ്റി റൂൾസ് ആണ്. അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് നോക്കാം കേട്ടോ. ജനറൽ സേഫ്റ്റി റൂൾസ് അതൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിനകത്ത്. പിന്നെ നമുക്ക് അതിനകത്ത് അതിന്റെ ഓരോ പോയിന്റ്സുകൾ നോക്കുക നിങ്ങള്. പിന്നെ ഏതാണ് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ അത് നോക്കാം. പിന്നെ അടുത്തത് സേഫ്റ്റി ഇൻ ട്രാഫിക്, നമ്മള് വെഹിക്കിൾസും ഒക്കെ പോകുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആളുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിൽ പോകണം എന്ന് പറഞ്ഞേക്കുന്നത് സ്വിംഗിങ് ഡോർ അല്ലെ. ഈ വെഹിക്കിൾസ് കൊണ്ടുപോകുമ്പോൾ സ്വിംഗിങ് ഡോറിൽ കൂടെ പോകണം എന്നാ പറഞ്ഞത്. പിന്നെ അതിനകത്ത് ഏതാണ് എങ്ങനെ പാർക്കിംഗ് എങ്ങനെയാ, ട്രാഫിക്കിന് പുറത്ത് കോറിഡോഴ്സിന്റെ ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്യണം, അതൊക്കെ പറഞ്ഞു. പിന്നെ ട്രിപ്സ് ആൻഡ് ഫോൾസ്, എന്താ പറയാ, ട്രിപ്പ് ആവാതെ ഫോളാവാതെ തെന്നി വീഴാതെ ഒക്കെ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ പറ്റും. സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്, പിന്നെ ഇലക്ട്രിക് സാധനങ്ങളും ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്, ഹോസ്പിറ്റലിന് ഏതെല്ലാം രീതിയിൽ നഷ്ടം സംഭവിക്കാം. ഓക്കെ, പിന്നെ മെത്തേഡ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, ഫിസിക്കൽ സെക്യൂരിറ്റി, പ്രൊസീജിയറൽ സെക്യൂരിറ്റി. ഇത്തരം കാര്യങ്ങളാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. കേട്ടില്ലൊന്ന് പറയൂ നിങ്ങളുടെ പേജ് നമ്പർ. 130. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞെല്ലാം തന്നെ എന്താ പറയാ, എന്താണ് കറക്ഷൻ. കറക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ അതിനകത്ത് ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 877 ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. 877. അപ്പൊ അതിനകത്ത് ടേക്ക് വെഹിക്കിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ്, വീൽ ചെയർ, കാർട്ട്, ത്രൂ എ ഡാഷ്, അങ്ങനെ ആക്കിയപ്പോ അവിടെ വെഹിക്കിൾ ഏതൊക്കെ പോലെയുള്ള സ്ട്രക്ചറുകൾ, വീൽ ചെയർ, കാർട്ട് തുടങ്ങിയ വാഹനങ്ങൾ ഏതിൽ കൂടെ പോകണം, സ്വിംഗിങ് ഡോറിൽ കൂടെ പോകണം. ഒന്നുകൂടി ക്ലിയർ ചെയ്ത് കേട്ടോ. ടേക്ക് വെഹിക്കിൾസ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, വീൽ ചെയർ, കാർട്ട്, ത്രൂ എ ഡാഷ്. ഇതിൽ പോണെന്നാ പറഞ്ഞേക്കണേ, സ്വിംഗിങ് ഡോർ. പിന്നെ രണ്ടൊരു കുഞ്ഞു കറക്ഷൻ ഉണ്ട്. 878 ഇല്ലേ, 878
അതിലെ നോക്കിയേ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എയില് പുഷ് കാർട്ട് വീൽ ചെയർ ആണ് കേട്ടോ. അത് പുഷ് കാർട്ട് വീൽ ചെയർസ് സ്ട്രക്ചേഴ്സ് സ്ലോലി വാച്ച് യുവർ വേ ahead of you. രണ്ടാമത്തെ നോക്കിയേ പേഷ്യൻ ട്രാൻസ്പോർട്ട് പേഷ്യൻ സീറ്റ് ആണ് പാദം FEET. ഫസ്റ്റ് ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ഫ്രണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു കുഞ്ഞു കറക്ഷൻ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആക്കി തന്നതാണ് കേട്ടോ ക്വസ്റ്റ്യൻസേ. ടേക്ക് വെഹിക്കിൾസ് ത്രൂ എന്ന് പറയുമ്പോൾ ഏത് വെഹിക്കിൾസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വീൽ ചെയർ കാർട്ട് തുടങ്ങിയ വാഹനങ്ങള് അതുപോലെയുള്ള വെഹിക്കിൾസ് സിംഗിങ് ലോറികളെ പോകണം. പിന്നെ 878 പുഷ് കാർട്ട് കഴിഞ്ഞിട്ട് അത് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, വീൽ ചെയർ ആണ്, WHEEL വീൽ ചെയർ. ഓപ്ഷൻ ബിയില് ഫീറ്റ് ആണ്, ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ഫീറ്റ്. ക്ലിയർ അല്ലേ? ഫീറ്റ് രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂണ്ട്. ക്ലിയർ ആണോ? രണ്ട് ക്വസ്റ്റ്യനും 877 878. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ അല്ലേ? ഓക്കെ, കറക്റ്റ് ചെയ്തോ? രണ്ട് ക്വസ്റ്റ്യനും കറക്റ്റ് ചെയ്തോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുത്തത് ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എയിം, മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എയിം ഒബ്ജക്റ്റീവ് അത് നോക്കാം. ഫങ്ഷൻസ് അത് രണ്ടും നമ്മൾ എക്സാമിന് പറഞ്ഞതാണ്, അത് രണ്ടും നോക്കാം കേട്ടോ. ഫങ്ഷൻസ് എന്തൊക്കെയാണ്. പിന്നെ അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, ഇതിന്റെ ഹോസ്പിറ്റലിൽ വരുന്ന പലതരത്തിലുള്ള മെറ്റീരിയൽസ്. പിന്നെ IMM ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതിന്റെ അഡ്വാൻറ്റേജുകൾ, IMM-ന്റെ അഡ്വാൻറ്റേജ് നോക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് വാല്യൂ അനാലിസിസ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോസസ് ഈസ് നെസസറി ഫോർ കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ്. പിന്നെ അടുത്തത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ, ഫങ്ഷണൽ വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, എക്സ്റ്റീവ് വാല്യൂ, കോസ്റ്റ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ടൈം. പിന്നെ അടുത്ത പർപ്പസ് ആണ്. പിന്നെ അടുത്തതിന്റെ അവിടെ നമ്മൾ ഓർഗാനോഗ്രാം പഠിച്ചു. ഏറ്റവും ടോപ്പിലുള്ളത് ആരാണ്? ഏറ്റവും ടോപ്പില് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ളത്, ഏറ്റവും ടോപ്പിലുള്ളത് മെറ്റീരിയൽസ് മാനേജർ ആണ്. പിന്നെ പർച്ചേസിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്. പിന്നെ അതിനകത്ത് 3 types of purchases അതൊക്കെ ചോദിക്കാം കേട്ടോ. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രോം സപ്ലയർ, മൂന്നാമത്തെയാണ് ഇമ്പോർട്ട് പർച്ചേസ്. പിന്നെ അടുത്ത ലീഡ് ടൈം എന്താണ്? ഇതാണ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ എവിടെയാണ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതിന് വരെയുള്ള ടൈം, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നെഗോഷിയേഷൻ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ, നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയായിരിക്കണം. പിന്നെ അടുത്ത് ഒബ്ജക്റ്റീവ്സ് ആ പറഞ്ഞത്. പിന്നെ അടുത്തത് 3 ഫേസുകൾ, നെഗോഷിയേഷൻ 3 ഫേസ്, പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പിന്നെ അടുത്തത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസുകൾ. പിന്നെ അടുത്തത് പർച്ചേസിംഗ് പ്രൊസീജിയർ, അത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഡിപ്പാർട്ട്മെന്റിലാണ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് ഫ്രം ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. പിന്നെ പർച്ചേസ് എൻക്വയറി, കൊട്ടേഷൻസ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്താ? ഈസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ബൈ ദ ബയർ. ബയർ സൃഷ്ടിച്ച ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇൻവോയ്സ്, ലാസ്റ്റ് പോയിന്റിൽ ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. ഇൻവോയ്സ് ഓർഡർ ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. പിന്നെ അടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസുകൾ പറഞ്ഞു.
പിന്നെ അടുത്തത് എന്താണ് പിന്നെ ഒരു 5 പോയിന്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ equipment management consists of 5 points: planning for the equipment, purchasing of the equipment, maintenance of equipment, utilization of equipment, discharging of equipments. പിന്നെ അടുത്തത് 3 തരത്തിലുള്ളത് ഇതാണ് മെയിൻ്റെനൻസ്. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ് ആൻഡ് ബ്രേക്ക് ഡൗൺ. അത് നോക്കി വെക്കാം. പിന്നെ അടുത്തത് ഈ പ്രോപ്പർ ആയിട്ടുള്ള ഈ മെയിൻ്റെനൻസ് കുറവ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, അത് ആ ഒരു 4 പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് അതിനകത്ത് വരുന്നത് ക്യാപിറ്റൽ ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ പഠിച്ചത് നമ്മള്. പിന്നെ പർച്ചേസിംഗ് എക്യുപ്മെന്റ് ഇവിടെ 3 ഇമ്പോർട്ടന്റ് ആണ്: എക്കണോമിക് ലൈഫ്, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ ആൻഡ് ടാക്സ് ലൈഫ്. പിന്നെ അടുത്തത് ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങള്. പിന്നെ ലീസിംഗ് ആണ് പറഞ്ഞത്. ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ റൈറ്റ് ടു ഹാൻഡിൽ ആൻഡ് എക്യുപ്മെന്റ് ചേഞ്ച് ബട്ട് ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. ഇതാണ് ലീസിംഗ്. പിന്നെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ലീസിംഗിന്റെ ഡിസഡ്വാൻറ്റേജുകൾ. പിന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ അടുത്തത് കൈൻഡ്സ് ഓഫ് ഓർഡർ. ഇതിനും ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സ്ഡ് ക്വാണ്ടിറ്റി സിസ്റ്റം, ടു ബിറ്റ് സിസ്റ്റം. അത് നോക്കാം. പിന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റോർസ്. പിന്നെ അടുത്തതാണ് അതിനകത്ത് ഒബ്ജക്റ്റീവ്സ്. ഇത് ചോദിക്കാറുണ്ട്. സ്റ്റോക്ക് വെരിഫിക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ്. കോഡിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കോഡിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് ഓൾ ഐറ്റംസ് ബൈ ദ നമ്പർ ഓഫ് ആൽഫബറ്റ്സ്. കോഡിഫിക്കേഷൻ. പിന്നെ കോഡിഫിക്കേഷൻ സിസ്റ്റംസ് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. അതിനകത്ത് ഏതെങ്കിലും ചോദിക്കാറുണ്ട്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസ് ദ ഡെസിമൽ ടു റെപ്രസെന്റ് ആൻ ഐറ്റം. ഡെസിമൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് കോഡിഫിക്കേഷനിലാണ്? ഡെസിമൽ സിസ്റ്റം. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, ആൽഫബറ്റിക്കൽ സിസ്റ്റം, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, കൊഡാക് സിസ്റ്റം, ബ്രിഡ്ജ് സിസ്റ്റം. അതെല്ലാനും അത് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ്. ABC ക്ലാസിഫിക്കേഷൻ. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഏത് ക്ലാസിഫിക്കേഷൻ ആണ്? സീസണാലിറ്റി, SOS എന്ന് പറഞ്ഞാണ്. സീസണൽ ആൻഡ് ഓഫ് സീസണൽ. പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ABC വാല്യൂ അനാലിസിസ്, പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ABC ടെക്നിക് ഉപയോഗിക്കുന്നു. ABCയില് A എന്ന് പറഞ്ഞ ഏത് ഐറ്റം ആണ്? ഹൈ കോസ്റ്റ് ഐറ്റം ആണ്. അത് ചോദിക്കാം കേട്ടോ. പിന്നെ B ഐറ്റം, ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. അത് വിലയേറിയതോ എന്നാൽ വില കുറഞ്ഞതോ അല്ല. പിന്നെ അടുത്തതാണ് C ഐറ്റം എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ഐറ്റം ആണ്. കോസ്റ്റ് കുറച്ച്, ചീപ്പർ, ഇൻപോസ്റ്റ്, ലോ കോസ്റ്റ് ഐറ്റം. പിന്നെ അതിനകത്ത് ജോബ് സമ്മറി കൂടി ഇത്രയൊക്കെയാണ്. പിന്നെ പിൽഫറേജ്, വേസ്റ്റേജ് ഹോസ്പിറ്റലില് ഐറ്റംസ് ഇൻവോൾവ് ഇൻ പിൽഫറേജിൽ ഉൾപ്പെടുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ, റെമഡിയൽ മെഷേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ വന്നേക്കുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റില് വേറെ അതിനകത്ത് നിങ്ങളൊന്നേ 923 എടുത്തേ. നമ്മൾ പറഞ്ഞത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് അല്ലെ. ഇൻവോയ്സ് ബില്ലും സെയിം തന്നെയാണ്. കുറച്ചും കൂടി ബില്ലിനെക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽ വരുന്നതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആക്കുക: ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ, ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻവോയ്സ്? ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ സപ്ലയർ. ഓക്കെ. ഒരുപാട് നല്ല ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ നിങ്ങൾക്കത്? 923 ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. ആരാണ്? സപ്ലയർ. പിന്നെ 925 നോക്കിയേ, ക്വസ്റ്റ്യൻ ഓക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെന്റ്സ് ആർ കെപ്റ്റ് ഇൻ സ്റ്റോർസ്? എവിടെ, എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറാ? ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അങ്ങനെയും കൂടി അവിടെ അവർ ചേർത്തോ. നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആക്കി തന്നതാണ് കേട്ടോ. Which of the following records or documents are kept in stores in material management? Which of the following records or documents are kept in stores in materials management?
പിന്നെ ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം കേട്ടോ. പിന്നെ 928 which of the following groups comes under low cost item? Low cost item ഏതിൽ വരുന്നയാ? ഏതിൽ വരുന്നയാ low cost item? എയിലാണോ ബിയിലാണോ സിയിലാണോ ലോ കോസ്റ്റ് ഐറ്റം തന്നെ? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ABC ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ ഏതാണ് ലോ കോസ്റ്റ് ഐറ്റം ഏതിലാ? എ ഐറ്റത്തിൽ വരുന്നയാണോ സി ഐറ്റത്തിൽ വരുന്നയാണോ? സി ഐറ്റം. ഓക്കെ അർജുൻ, ഓക്കെ വെരി ഗുഡ്. ഏതാണ്? സി ഐറ്റം ആണോ? ഹൈ കോസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എ ഐറ്റം തന്നെയാണ്. ശ്രദ്ധിക്കുക കേട്ടോ, അതൊക്കെ നോക്കുക. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ചെറിയൊരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലാസ്റ്റ് ചാപ്റ്റർ. അത് ക്ലാസ് എടുത്തപ്പോ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് പോയതാണ്, എങ്കിലും ഞാൻ പെട്ടെന്ന് ഒന്ന് പറയുകയാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പോസ്കോബ്, POSD, CORD. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? പോസ്കോ, P stands for, S stands for, അങ്ങനെ ചോദിക്കാം. പിന്നെ അതിനകത്ത് ഓരോ എലമെന്റ്സും തന്നിട്ടില്ലേ, അതും നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. Dash is the process of thinking about the activity needed to gain a desired goal. ഇതാണ് പ്ലാനിങ്. അതിന്റെ അപ്പൊ ഓരോന്നും അങ്ങനെ നോക്കി വെക്കുക. പിന്നെ അതിനകത്ത് എലമെന്റ്സ് എല്ലാവരും നോക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ, ഇന്റർപേഴ്സണൽ റോൾ ഉണ്ട്, ഇൻഫർമേഷണൽ റോൾസ് ഉണ്ട്, ഡിസിഷണൽ റോൾസ് ഉണ്ട്, അത് നോക്കാം. പിന്നെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസുകളാണ് വേണ്ടത്? എന്തൊക്കെ സ്കിൽസ് വേണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു പോസ്റ്റില്? ടെക്നിക്കൽ സ്കിൽസ് വേണം, ഹ്യൂമൻ സ്കിൽസ് വേണം, കോൺസെപ്റ്റൽ സ്കിൽസ്, എല്ലാം മനസ്സാ കാണാനുള്ളത്, മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. പിന്നെ അടുത്തതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞപ്പോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓൾ അബൌട്ട് റണ്ണിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ സ്മൂത്ത് മാനർ. സ്മൂത്ത് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിപ്പിക്കുക, അതാണ് ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ അതിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് അവരുടെ റോൾസിൽ വരുന്നത്? ഡയറക്ട് പേഷ്യന്റ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മെയിൻറ്റെയിൻ ലിമിറ്റഡ് ടു നോ പേഷ്യന്റ് കോൺടാക്ട്, they have a variety of responsibilities. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ ടെക്സ്റ്റില്? ലൈക്ക് മാനേജിംഗ് ഫിനാൻസ്, ensuring the department meets the regulatory needs and hiring high quality staff നിയമിക്കുക. ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ഉയർന്ന നിലവാരമുള്ള സ്റ്റാഫിനെ നിയമിക്കുക. ഹയർ ചെയ്യുക എന്ന് വെച്ചാൽ നിയമിക്കുക. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പിന്നെ അടുത്ത നമ്മള് ഹോസ്പിറ്റലിന് പുറമെ അല്ലെ, the role of the hospital administrator differs from one institution to next. ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പോയിന്റ്സുകളും അതുപോലെ തന്നെ നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യാത്തതൊക്കെ നോക്കാം. പിന്നെ അടുത്തത് ഹോസ്പിറ്റലിന് പുറമെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഈ കാണുന്ന പൊസിഷൻസ് നിർവഹിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, ആംബുലൻസറി കെയർ, അതൊക്കെ നോക്കി വെക്കാം. പിന്നെ അടുത്തത് നമ്മള് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഉള്ള പോസ്റ്റുകളാണ് പറഞ്ഞേക്കുന്നത്. ഈ പൊസിഷനും കൂടി അവർക്ക് പറയാം, അത് ജസ്റ്റ് നോക്കാം. പിന്നെ അതിൽ ആദ്യത്തെ 3 എക്സ്പാൻഡഡ് ഫോം ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാണ്ട്. പിന്നെ ലാസ്റ്റ് ഫങ്ഷൻസ് ആണ് പറഞ്ഞത്, ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, അതൊക്കെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഫലപ്രദമായിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? ഗൈഡിന്റെ 979 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 979, പേജ് നമ്പർ 130, 130ാമത്തെ പേജ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following position can possess hospital administrator? Hospital administrator ഏതൊക്കെ പൊസിഷൻസ് നിർവഹിക്കാം? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, പിന്നെ ഏതാ? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. FINANCIAL, ഫിനാൻഷ്യൽ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അതൊന്ന് കറക്റ്റ് ചെയ്യും കേട്ടോ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, CFO. ഓക്കെ, കറക്റ്റ് ചെയ്തോ? അത്
ഓക്കെ, പിന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് 983 ക്വസ്റ്റ്യൻ പേജ് നമ്പർ 130 130 പേജ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതില് ആ 979 എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ആ ഓപ്ഷൻ സിയിലൊന്ന് നോക്കി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഓക്കെ, ഒന്ന് നോക്കിയേ, ഈ 983 ക്വസ്റ്റ്യൻ കണ്ടോ? ആ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ അവിടെ അടുത്ത ഇപ്പുറത്തും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതിന്റെ ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്ത് 983 പറഞ്ഞേക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണം. ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് ആൻഡ് വർക്ക്, should be a good communicator, has the ability to produce new and creative ideas. നോക്കി, അതിൽ ആൻസർ ചെയ്ത മൂന്നും അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ആണോ? മൂന്നെണ്ണം അല്ലേ? ആൻസർ ഏതാണ്? ഡി, ഓൾ ഓഫ് ദ എബോവ്. ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഓപ്ഷൻസ് മാറിയിട്ട് ക്വസ്റ്റ്യൻ സെയിം. 997 ഒന്ന് നോക്കി നിങ്ങള്. Which among the following is a characteristics of an effective administrator? കണ്ടോ? അതിനകത്ത് ഓപ്ഷൻസ് ഒന്ന് നോക്കി നിങ്ങള്. ഒന്നാമത്തെ ഓപ്ഷൻ എയിൽ ആക്ച്വൽ ലിസണിംഗ്, ഓപ്ഷൻ ബി മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്, ദെൻ ഓപ്ഷൻ സി കൾച്ചറൽ കോമ്പിറ്റൻസ്, ഓപ്ഷൻ ഡി ഫാമിലി ഇൻവോൾവ്മെന്റ്. ഏതാ അതിനകത്ത്? ഏതാണ് ഓപ്ഷൻസ്? ശ്രദ്ധിക്കാം. അതിനകത്ത് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതാ? ഇതാണ് ആക്ച്വൽ ലിസണിംഗ് ഉണ്ട്, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്, കൾച്ചറൽ കോമ്പിറ്റൻസ്, ഫാമിലി ഇൻവോൾവ്മെന്റ്. ഏതാ വരുന്നേ? ഏതാ കറക്റ്റ് ആൻസർ? അതിനകത്ത് ആ ഓപ്ഷൻസ് നോക്കിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് ഓപ്ഷനാ? അർജുൻ എപ്പോഴും മെസ്സേജ് അയക്കുന്നത് അല്ലേ? എത്രാമത്തെ ഓപ്ഷൻ അതിലെ കറക്റ്റ്? നമ്മൾ പഠിച്ചതിലെ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റർ ക്യാരക്ടറിസ്റ്റിക്സില് എല്ലാരും ഉണ്ടോ? ഒന്ന് നോക്കി. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. വെരി ഗുഡ്. സോമർണിക്ക് ഓപ്ഷൻ ബി മാത്രല്ലേ നമ്മൾ പഠിച്ചതുള്ളൂ. അത് മാറിപ്പോരുത്. അതാ ഞാൻ പറഞ്ഞ ആ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കാന്ന് കേട്ടോ. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെ? അതേ നോക്കി. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ആക്ച്വൽ ലിസണിംഗ് എന്നുള്ളത് ഉണ്ടോ? അത് അതിനകത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ ശരിക്കും. മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക് ഒന്നാമത്തെ പോയിന്റ് ആണ്. പിന്നെ കൾച്ചറൽ കോമ്പിറ്റൻസ്, ഫാമിലി ഇൻവോൾവ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സിൽ വന്ന ഇതാണ് മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. ഓപ്ഷൻ ബി ആണ്. ഞാൻ വേറൊന്നുമല്ല പറഞ്ഞത്, രണ്ട് ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആദ്യത്തേത് ഓൾ ഓഫ് ദ എബോവ് ആണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ അതിനകത്ത് ഒരെണ്ണാണ് നമ്മൾ പഠിച്ചത്, മസ്റ്റ് ഷോ കോമ്പിറ്റൻസ് അറ്റ് വർക്ക്. അത് മാത്രം പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? പിന്നെ നെക്സ്റ്റ് നമ്മള് മൊഡ്യൂൾ 4 അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്തിട്ട് വരാം. ഒരു ക്ലാസ് കൂടി കിട്ടില്ലേ നമുക്ക് ബുധനാഴ്ച. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. തേർഡ് ഫോർത്തിന്റെ ഫസ്റ്റ് സെക്കൻഡ് കുഴപ്പമില്ല, നിങ്ങൾ ഓക്കെ ആണ്. തേർഡ് ഫോർത്തില് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ലോണ്ട്രി ആൻഡ് ലിനൻ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളില് ലോണ്ട്രി ആൻഡ് ലിനൻ, ഹൗസ് കീപ്പിംഗ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് അല്ലേ നമ്മൾ എടുത്തത്?
എസ്. അപ്പൊ അതിനകത്ത് കേടിന് ഡോണ്ട് ചെയ്യാൻ ഞാൻ എത്രാമത്തെ പേജ് നമ്പറാ? ശരിയാക്കി കിട്ടിയോ? ലോണ്ടറി 42 ആണ് കേട്ടോ. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് നമ്മളെ ആ സൈക്കിള് അത് നമ്മൾ നോക്കണം. പിന്നെ അതിനകത്ത് ഏതാണ് ഏറ്റവും പ്രിഫറബിളി ഉപയോഗിക്കുന്നത്, ഏതാണ് കോട്ടൺ. പിന്നെ അതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ ആ ഇതില്ലേ, നമ്മൾ ആ സൈക്കിളായിട്ട് പഠിച്ചില്ലേ, അത് നോക്കണം. പിന്നെ എത്ര സെറ്റ് ലിനൻ വേണമെന്നാ പറഞ്ഞത്? ഹോസ്പിറ്റലിൽ 6 സെറ്റ്. 1 സെറ്റ് എന്ന് പറഞ്ഞാൽ 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ അല്ലെ. പിന്നെ ചലഞ്ചസ് എന്തൊക്കെയാണ് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? പിന്നെ അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇല്ലേ, അതൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ആ ടൈപ്പ് ഓഫ് ലിനൻ, അത് ഏത് ഇൻഫെക്റ്റഡ് ലിനൻ, സോയിൽഡ് ലിനൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മളത് നോക്കി വെക്കാം. അതിനകത്ത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെയാണ്, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് പഠിക്കാം. പിന്നെ നമ്മളത് ഹൗസ് കീപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഹൗസ് കീപ്പിംഗ് ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. പേജ് നമ്പർ 63 കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ് പേജ് നമ്പർ 63 ആണ്, 63ാമത്തെ പേജ് നമ്പറിൽ. നമ്മൾ ലാസ്റ്റ് 480 ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ ദ പേഷ്യന്റ് bathroom? Clean and sanitize high touch areas, sanitize and sterilize bedside എന്നാണ് കേട്ടോ. bedside എന്നാണ്, BEDSIDE, bedside commode. അതൊന്ന് കറക്റ്റ് ചെയ്ത് കേട്ടോ, ഒരു കുഞ്ഞു പേര് മാത്രമേ ഉള്ളൂ. bedside, ഓക്കെ, bedside commode. bedside, BEDSIDE, ഓക്കെ, കറക്റ്റ് ചെയ്തില്ലേ? bedside. പിന്നെ അടുത്തത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. പേജ് നമ്പർ ഒന്ന് പറയും, ആരെങ്കിലും എടുത്തവരുണ്ടെങ്കിൽ നമ്മുടെ കീഴില് സിസ്റ്റം നോക്കിപ്പോ. ആരെങ്കിലും എടുത്ത് വെച്ചോ? വേണം. Centralized medical care system. പേജ് നമ്പർ എത്ര പിള്ളേരെ? 33 ആണോ? 33 മെഡിക്കൽ ഇൻഷുറൻസ് അല്ലേ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. മെഡിക്കൽ ഗ്യാസുകൾ, അതിനകത്ത് എല്ലാ ഗ്യാസുകളും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിനകത്ത് കളർ കോഡുകളില്ലേ, കളർ കോഡുകൾ, ഓരോ ഗ്യാസിന്റെയും കളർ കോഡുകൾ ഏതാണ്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നിങ്ങൾ നോക്കി പോവുക കേട്ടോ. പിന്നെ മെയിൻ എക്സാമിന് ഗൈഡുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കിട്ടിയ ആർക്കെങ്കിലും CSST, സോറി, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം
ഞാൻ ഓരോ പേജ് ഇങ്ങനെ മറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തെ നോക്കി വെക്കാനുള്ള സമയം കിട്ടിയില്ല. സെൻട്രലൈസ്ഡ് 85 ആണ് ഇതിൽ കേട്ടോ. അപ്പൊ അതിനകത്ത് വേറൊന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനകത്ത് ഓരോ കളർ കോഡുകൾ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ചോദിക്കും. പിന്നെ ഏത് എന്താണ് നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. പിന്നെ അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റില് ഷെയർ ചെയ്യണ്ടല്ലോ അല്ലെ, നമ്മൾ പറഞ്ഞ ഏരിയകളൊക്കെ തന്നെ നോക്കാം. പിന്നെ ഓവർവ്യൂ ആണ്, ഓവർവ്യൂ അതിനകത്തെ 1007 ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തേ. പേജ് നമ്പർ 134. രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന്. ഓക്കെ, 1007ാമത്തെ ക്വസ്റ്റ്യൻ ട്ടോ. Which of the following factors is not included in decreased by prevalence? Which of the following factor is not included in decreased by prevalence? ഇതിനകത്ത് നോക്കിയ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി എന്നുള്ളൂ. അവിടെ ഹെൽത്തി പീപ്പിൾ എന്നാക്കാം കേട്ടോ. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഓക്കെ, PEOPLE. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, 1011. 1011ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അത് the term mortality indicates dash that happen especially on a large scale. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ആ സെന്റൻസ് ഫുൾ ആയിട്ടൊന്ന് നോക്കണമെന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് ലാർജ് സ്കെയിലിൽ നിന്നുള്ളൂ, കംപ്ലീറ്റ് ആ ടെക്സ്റ്റിൽ ഉണ്ടല്ലോ, അതൊന്ന് നോക്കിയേക്കാം. Mortality indicate the total death that happen especially on a large scale such as in population or geographical area. ആ സെന്റൻസിൽ അതൊന്ന് നോക്കി വെക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തു. 1018. Dash is the number of cases of the health event. ഡിസീസ് എന്നുള്ളത് കുറച്ചുകൂടി കറക്റ്റ് ഹെൽത്ത് ഇവന്റ് എന്നാക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ കിടക്കുന്നേ, അതുകൊണ്ട് ഒന്ന് നോക്കിയപ്പോ ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ദ ഹെൽത്ത് ഇവന്റ്, ഹെൽത്ത് ഇവന്റ് in references to the total lifetime prevalence. പിന്നെ അതിന്റെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഒക്കെ എല്ലാവരും നോക്കി പോകാം. നെക്സ്റ്റ് നമുക്ക് വെനസ്ഡേ വരുമ്പോൾ 3rd 4th മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. 3rd 4th മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററിലും കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് വരാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. കിട്ടുന്ന സമയം ഇനി മാക്സിമം നിങ്ങൾ റിവിഷൻ ചെയ്യുക കേട്ടോ. ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുക, നമ്മുടെ ടെക്സ്റ്റ് എടുത്ത് വെക്കുക. പിന്നെ ഗൈഡ് ഉള്ളവര് ഈ പറഞ്ഞ ഗൈഡും കൂടി ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, താങ്ക് യു.